എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ചായ പലഹാരമാണ്. 4 മണിക്ക് നല്ലൊരു ചൂട് കട്ടൻ ചായയുടെ ഒപ്പം സെർവ് ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിലെ നിത്യമുള്ള ഈ ഒരു ചേരുവ കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും സാധിക്കും. നല്ല ക്രിസ്പിയാണ് കഴിക്കാനായിട്ടും, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ എളുപ്പവുമാണ്. നമ്മുടെ കുട്ടികളെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരം എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ചായപ്പലഹാരം തയ്യാറാക്കി എടുക്കാനുള്ള ഒരു മാവ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതിനായിട്ടൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1.5 കപ്പ് അളവില് മൈദ മാവാണ് എടുക്കേണ്ടത്. മൈദപ്പൊടി ബൗളിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് അളവില് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് 1 സ്പൂൺ അളവില് എള്ളാണ്. എള്ള് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ബാറ്ററിന് നല്ലൊരു മധുരം കിട്ടാനായിട്ട് 1.5 സ്പൂൺ അളവില് പഞ്ചസാര ചേർക്കാം. കൂടുതൽ മധുരം ആവശ്യമുള്ള ആൾക്കാർക്ക് 2 സ്പൂൺ അളവിൽ തന്നെ ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് ചേർക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവില് വാനില എസൻസ് ആണ്. ഇതിന് പകരമായിട്ട് ഏലക്കപ്പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി 1/4 ടീസ്പൂൺ അളവില് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ബാറ്റർ നല്ലപോലെ ഒന്ന് തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോ ഇതിലേക്ക് മൈദ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ മാവ് ഇതുപോലൊരു പാകത്തിനാണ് ആയി വന്നിട്ടുള്ളത്. ഒന്നുകൂടി ലൂസാക്കി എടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ കൂടെ തന്നെ 1/2 കപ്പ് അളവില് വറുത്ത അരിപ്പൊടി കൂടെ ചേർക്കാം. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ്. വീണ്ടും പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ഈ ഒരു പാറ്റേണിന് ഒരു യെല്ലോ കളർ വരുന്നതാണ്. ഞാനിപ്പോൾ യെല്ലോ കളർ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇനി നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് തയ്യാറാക്കി എടുക്കാനായിട്ട് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളൊരു പാകം. ഇതുപോലൊരു പാകമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അധികം ലൂസാക്കിയൊന്നും മാവ് മിക്സ് ചെയ്തെടുക്കരുത്. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഈ ഒരു മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് സോഡാപ്പൊടിയൊക്കെ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ഒരു നുള്ളു സോഡാപ്പൊടി ചേർക്കുവാണെങ്കിൽ നമ്മൾ ഈ മാവ് മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് പലഹാരം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ മാവിന്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു പാകം. ഇനിയിപ്പോ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കാം. മാവൊന്ന് മൂടി വെച്ചു കൊടുക്കുവാണ്. മാവ് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഞാനിവിടെ ഒരു 6 പീസ് ബ്രെഡ് ഇതുപോലെ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മാവ് ഇപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് പൊങ്ങിയൊന്നും വീർത്ത് വന്നിട്ടൊന്നുമില്ല. ഇനി നമുക്കുടൻ തന്നെ പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. പലഹാരം തയ്യാറാക്കി എടുക്കാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇനി വറുത്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി വരട്ടെ. നമുക്ക് ഈ എണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡ് പീസും എണ്ണയിലേക്ക് മുക്കിയിട്ട് കൊടുക്കാം. ഓരോ ബ്രെഡ് പീസും ഇതുപോലെ ഒന്ന് മുക്കി ഓവറായിട്ടൊന്നും മാവ് മുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് മുക്കിയെടുക്കാം. ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ ഒന്ന് വടിച്ചിട്ട് കൊടുത്തതിന് ശേഷമായിരിക്കണം മുക്കിയിട്ട് കൊടുക്കേണ്ടത്. 4 പീസ് ബ്രെഡാണ് ഞാനിപ്പോൾ മുക്കിയിട്ടിട്ടുള്ളത്. ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് പലഹാരം ഒന്ന് മുരിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പലഹാരം നല്ല കളറിലേക്ക് നല്ല പോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലൊരു പരുവമായാൽ പിന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അങ്ങനെ രണ്ടാമത് നമ്മൾ എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പലഹാരവും ഇവിടെ നല്ല പോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ പലഹാരവും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്കെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത്ര എളുപ്പത്തിലാണ് കൂട്ടുകാരെ നമ്മുടെ വീട്ടിലെ നിത്യമുള്ള ബ്രെഡ് വെച്ചിട്ട് ഇതുപോലൊരു ക്രിസ്പി പലഹാരം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതേ രീതിയിൽ ഈ ഒരു ചായ പലഹാരം തയ്യാറാക്കി എടുക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ തന്നെ വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് കിട്ടിയ നിങ്ങൾക്ക് ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.